Hi all. So, Corona ഒക്കെയാണ് എല്ലാവരും സേഫാന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾ ലെറ്റ്ലോജിക്ക ഒരു അൺബോക്സിംഗ് വീഡിയോയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. 64 MB ട്രിപ്പിൾ ക്യാം AMOLED ഫ്ലൂയിഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയേക്കണ സ്നാപ്ഡ്രാഗൺ 750Gയും കൂടി അടങ്ങിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, OnePlus Nord CE 5G. 2021 ജൂൺ 10 ഇറങ്ങിയ ഈ മൊബൈലിന് ആൻഡ്രോയിഡ് 11ഉം അതുപോലെ തന്നെ ഓക്സിജൻ OS 11ഉം ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ട് വേരിയൻ്റാണ് വരുന്നത്, 8GB 128GB. അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അറൗണ്ട് 28,000ഉം അതുപോലെ തന്നെ 12GB 256GBൻ്റെ അറൗണ്ട് 30,000ഉമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് മൂന്നാണ്, സിൽവർ റേ, ബ്ലൂ വോയിഡ്, ചാർക്കോൾ ഇങ്ക്. അപ്പോൾ നമ്മൾ ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്തതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, OnePlusൻ്റെ ബിൽഡ് ക്വാളിറ്റി. OnePlus എപ്പോഴും അവരെ ബിൽഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാറുള്ളൂ. അതുപോലെ തന്നെ വാപ്പ് ചാർജറോട് കൂടിയുള്ള ഒരു അഡാപ്റ്ററും പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും. ഏറ്റവും വലിയ ഫീച്ചർ വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ വരാനിരിക്കുന്ന 5G ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ സിമ്മിലും അറ്റ് എ ടൈമിൽ 5G സപ്പോർട്ടാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ 90 Hz AMOLED ഫ്ലൂയിഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡേ ലൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഇതിലൂടെ നൈസായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ കുറച്ച് കമ്പനികൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു കമ്പനി പെട്ടതാണ് OnePlus. സോ അതിന് പേടി വേണ്ട. ഫസ്റ്റ് അപ്പോൾ നമുക്ക് ഫോണിൻ്റെ അപ്പിയറൻസ് നോക്കാം. നമ്മളിൽ ഇരിക്കുന്ന ബ്ലൂ വോയിഡാണ്. നിങ്ങൾക്ക് കാണാം, രണ്ട് ഷെയ്ഡ് കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ട്രിപ്പിൾ ക്യാം കറക്റ്റ് ടോപ്പ് റൈറ്റ് സൈഡിലായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സി ടൈപ്പ് ചാർജിങ് ആണ്, സ്പീക്കർ അടിയിലാണ്, പിന്നെ 3.5mm ജാക്ക് അത് ഇത് തിരിച്ചു കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ പവർ ബട്ടണും വോളിയം ബട്ടനൊക്കെ കറക്റ്റായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഗ്ലാസും ബാക്കിൽ പ്ലാസ്റ്റിക്കുമാണ്. നല്ലൊരു ഡിസ്പ്ലേ ആണെന്നാണ് പറയുന്നത്. ബട്ട് എവിടെയും ഗൊറില്ല ഗ്ലാസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അറിയാം ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും കറക്റ്റ് ഇതേ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇതിൽ ഡ്യുവൽ സിമ്മിൻ്റെ ട്രേ മാത്രമേ ഉള്ളൂ, എക്സ്റ്റേണൽ മെമ്മറി ഇടാനായിട്ടൊരു സ്ലോട്ട് ഇല്ല. സോ ചിലവർക്ക് ഇതൊരു പോരായ്മയായിട്ട് തോന്നിയേക്കാം. അപ്പോൾ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ സ്പീക്കർ എന്താ പറയുക, ഡോൾബി സിസ്റ്റോ അല്ലെങ്കിൽ സ്റ്റീരിയോ എഫക്റ്റോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു നോർമൽ സ്പീക്കറാണ്. സോ അധികം സൗണ്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഫോൺ ഓൺ ആക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഡിസ്പ്ലേ ആണല്ലോ. സോ നമുക്ക് ഡിസ്പ്ലേനെ പറ്റി ഒന്ന് പറയാം. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6.43 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ PPI എന്ന് പറയുന്നത് 410 ആണ്. പിന്നെ ഇതിൻ്റെ ബോഡി ടു സ്ക്രീൻ റേഷ്യോ എന്ന് പറയുന്നത് 84.9 ആണ്. ബട്ട് മറ്റുള്ള ഫോണിലെല്ലാം 86 എബോവ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഇങ്ങനെ സൈസുള്ള ഫോണുകളുണ്ട്. ഇതിന് പല കളർ മോഡ്സ് ഉണ്ട്. നമുക്ക് സെറ്റിങ്സിൽ പോയാൽ ഡാർക്ക് മോഡും അതുപോലെ തന്നെ വൈറ്റ് മോഡും ആക്കാം. അതുപോലെ തന്നെ പല പല കളർ മോഡും നമുക്ക് സെറ്റിങ്സിൽ പോയി ആക്കാം.
പിന്നെ പറയാൻ പോകുന്നത് നമ്മൾ കണക്ടിവിറ്റിനെ കുറിച്ചാണ്. കണക്ടിവിറ്റി എന്ന് പറയാനാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വൈഫൈനെ പറ്റി പറയാം. ഇതിൻ്റെ വൈഫൈ എന്ന് പറയുമ്പോൾ 802.11 ആണ് ഇതിൻ്റെ കണക്ഷൻ. വൈഫൈ കണക്ഷൻ എന്താ പറയുക, നല്ലൊരു വൈഫൈ കണക്ഷൻ തന്നെയാണത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് ആണെങ്കിൽ തന്നെ 5.10 ആണ്. ബാക്കിയുള്ള ഫോണിലെല്ലാം 5.0 ആണ്. അതുകൂടാതെ തന്നെ വേറൊരു ഫീച്ചറും കൂടി ഉണ്ട്. വേറെ ഒന്നുമല്ല, NFC അല്ലെങ്കിൽ ടാപ്പിംഗ് കണക്ടിവിറ്റി എന്ന് വെച്ചാൽ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ഫയൽ ഷെയർ ചെയ്യാം. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 750G ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ 5G മൊബൈൽ പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് AI ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പുതിയൊരു ഫീച്ചർ ഉണ്ട്, 5G ഗെയിമിംഗ് പ്ലസ്. മാത്രമല്ല 12GB റാം ഉള്ളത് കൊണ്ട് തന്നെയും അപ് ടു 2.95 Gbps സ്പീഡ് കിട്ടുന്നത് കൊണ്ടും പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് ഓക്സിജൻ OX11 ആയതുകൊണ്ടും ഗെയിമേഴ്സിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് ക്യാമിനെ പറ്റി പറയാം. അപ്പോൾ ക്യാമറനെ പറ്റി പറയാനാണെങ്കിൽ പ്രൈമറി ക്യാം 64 MB × 10 സൂമുള്ള ഒരു വൈഡ് ക്യാമാണ് തന്നിരിക്കുന്നത്. പിന്നെ 8 MB അൾട്രാ വൈഡും അതുപോലെ തന്നെ 2 MB മോണോ ക്യാമും. സ്ക്രീൻ ഫ്ലാഷും അതുപോലെ തന്നെ ഫുൾ HD ഡിസ്പ്ലേയും ഓടുകൂടിയുള്ള ഒരു 16 MB ഫ്രണ്ട് ക്യാമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഫ്രണ്ട് ക്യാമിൻ്റെ 7.9 അതുപോലെ തന്നെ ബാക്ക് ക്യാമിൻ്റെ 8.1. ഇതിൻ്റെ റീബൂട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 25 സെക്കൻഡ്സ് ആണ്. മാത്രമല്ല 30 minutes 70% വരെ ചാർജ് കയറുമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും ഗെയിമിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ നമുക്ക് ഗെയിമിങ്ങിൻ്റെ റിസൾട്ടിനെ പറ്റി പോവാം. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ GFX എന്ന് പറയുന്നത് 253.60 ആണ്. അതുപോലെ തന്നെ ബാറ്ററിയുടെയും 40%, പിന്നെ ഇതിൻ്റെ ഹീറ്റ് 12.4% ആണ്. അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് റിസൾട്ട് തന്നെയാണിത്. ഇനി നമുക്ക് ബാറ്ററി റിസൾട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 40 hours and 49 minutes ആണ്. മാത്രമല്ല ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 20% നിന്ന് 100%ലേക്ക് ജസ്റ്റ് 53 minutes മതി. മെയിനായിട്ടൊരു ഫീച്ചർ ഉണ്ട് ഇതിൽ, വേറെ ഒന്നുമല്ല സെൻ മോഡ്. അതെന്ന് വെച്ചാൽ 30 minutesലേക്ക് ഫോൺ ഫുള്ള് ഹാങ് ആയിരിക്കും, ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എയറോപ്ലെയിൻ മോഡ് പോലെ തന്നെയാണ് ഇത്. മെയിനായിട്ട് യൂസ് ചെയ്യണതിനാന്ന് വെച്ചാൽ ഈ പ്രൊഫഷണൽ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ 30 minutesലേക്ക് ഫോൺ ഓഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണിത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ലോ ലൈറ്റ് ക്യാമും അതുപോലെ തന്നെ നോ അലേർട്ട് സ്ലൈഡറും. മാത്രമല്ല എല്ലാ വൺ പ്ലസിലും കണ്ടുവരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, നമ്മുടെ ലോക്ക് തുറക്കാതെയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആക്സസ് ഇല്ലാതെ മറ്റൊരാൾ വൈഫൈ കണക്ഷനും അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കാണാൻ പറ്റുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് വൺ പ്ലസിലുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് ഔട്ട് ഓഫ് 10 എത്രയെന്നൊന്ന് നോക്കാം. ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ, ഡിസൈൻ അതുപോലെ തന്നെ ക്യാമും പെർഫോമൻസിനും ഔട്ട് ഓഫ് 10 8 ആണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിന് 10 out of 10 ആണ്. വൺ പ്ലസ് ആണ്, അതുകൊണ്ട് തന്നെ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 9 ആണ് ഇതിന് വരുന്നത് റേറ്റിംഗ്. പിന്നെ ഇതിൻ്റെ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് 8 ആണ്. സോ വൺ പ്ലസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റിംഗ് തന്നെയാണ്. സോ ഇത്തരം അൺബോക്സിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഫോർ എത്ത് ലോജിക് ആൻഡ് ഐ ആം സൈനിങ് ഓഫ്.